ADGPയോട് കരുതലുണ്ട് എന്ന് നമ്മൾ ഈ വിഷയം ആദ്യം ചർച്ചയ്ക്കെടുത്തപ്പോൾ ഞാനിവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത ദിവസം തന്നെ നടപടി ഉണ്ടാകുമെന്ന് എതിർത്തവരിൽ ഒരാളില്ല. പക്ഷേ മാഡത്തിന് ഓർമ്മ കാണുമല്ലോ, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഉടനെ ഉണ്ടാവില്ല എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ ADGPയെ തൊടാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിയാതെ മുഖ്യമന്ത്രി MR അജിത് കുമാർ എന്ന ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPയെ മാറ്റാൻ പോകുന്നില്ല എന്നത് ബോധ്യമാകുന്ന കാര്യം തന്നെയാണ്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇവിടെ PV അൻവർ പറഞ്ഞതിനെക്കുറിച്ച്, PV അൻവർ ആണല്ലോ ഈ ആരോപണങ്ങൾക്കെല്ലാം തുടക്കമിടുന്നത്. PV അൻവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം ആരോപണങ്ങളാണ്, അലിഗേഷൻസ് ആണ്. ആ ആരോപണങ്ങളിന്മേൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ അലിഗേഷൻസ് ഉയരുമ്പോൾ അതിൽ അന്വേഷണം നടത്തണം. പ്രാഥമിക അന്വേഷണം, വസ്തുതാ പരിശോധന, അതൊക്കെ നടത്തണം. അതിലാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അത് പൂർത്തിയാകാതെ പൊടുന്നനെ എടുത്ത് മാറ്റാൻ കഴിയുന്ന ഒരു പൊസിഷനിലല്ല MR അജിത് കുമാർ ഇരിക്കുന്നത് എന്നത് നേരത്തെ ഡോക്ടർ അരുൺ കൃത്യമായി പറഞ്ഞതുപോലെ ADGP ആണ് റാങ്ക്. ആ റാങ്കിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ അലിഗേഷൻസ് വരുമ്പോൾ ആ അലിഗേഷൻസ് പ്രൂവ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിൽ കഴമുണ്ടെന്ന് ബോധ്യപ്പെടുകയെങ്കിലും വേണം. ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഉയർന്ന സ്വർണ്ണക്കടത്തടക്കമുള്ള എല്ലാ ആരോപണങ്ങളെക്കുറിച്ചുമുള്ള വസ്തുതാ പരിശോധന, പ്രാഥമിക അന്വേഷണമാണ് അവിടെ നടക്കുക. അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. 6 മാസം സമയമുണ്ട് യോഗേഷ് ഗുപ്തയുടെ ടീമിന് അന്വേഷണം നടത്തുന്നതിന്. ആ 6 മാസത്തിനുള്ളിൽ ഈ ഉയർന്ന ആരോപണങ്ങൾ എല്ലാം, PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും, അല്ലാതെ വന്നിട്ടുള്ള പരാതികളുണ്ടെങ്കിൽ, ആരോപണങ്ങളുണ്ടെങ്കിൽ അത് എല്ലാം ചേർത്തുകൊണ്ട് അതിലെല്ലാം വസ്തുതാ പരിശോധന നടത്തി അതിന്മേൽ ഒരു റിപ്പോർട്ട് കൊടുക്കുക. കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ മാത്രം അന്വേഷണത്തിലേക്ക് നീങ്ങുക. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ADGP MR അജിത് കുമാറിനെ തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വിജിലൻസ് അന്വേഷണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണമോ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ SIT നടത്തുന്ന അന്വേഷണത്തിന് സമാന്തരമായി MR അജിത് കുമാർ അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നത് PV അൻവർ MLA ആണ്. അത് അദ്ദേഹത്തിന് സംശയിക്കാൻ സ്വാഭാവികമായും വകയുണ്ട്. കാരണം PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്കും DGPക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് SITക്ക് വിട്ടത്. MR അജിത് കുമാർ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ട കത്തുകൂടി അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അത് PV അൻവർ MLAക്കും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ല എങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ MR അജിത് കുമാർ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുമ്പോൾ അതിൽ കൊടുക്കേണ്ട വസ്തുതകൾ ശേഖരിക്കും. അതിനെയാണ് PV അൻവർ ഇവിടെ സമാന്തര അന്വേഷണം എന്ന് പറയുന്നത്. ആ രീതിയിൽ PV അൻവർ ഈ വിവരങ്ങളെല്ലാം ശേഖരിക്കുമ്പോൾ PV അൻവറും പറയുന്നുണ്ടല്ലോ, ഞാൻ ആളുകളുടെ ഫോൺ റെക്കോർഡ് ചെയ്തു, അല്ലെങ്കിൽ പുറത്തുവിട്ടത് ഒരു റെക്കോർഡിംഗ് ആണല്ലോ. സുജിത്ദാസുമായുള്ള സംഭാഷണം പുറത്തുവിട്ടത് PV അൻവറാണ്. അത് അദ്ദേഹത്തിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യാതെ അത് പുറത്തുവിടാൻ കഴിയില്ല. അതുപോലെ തന്നെ സമാന്തരമായി ഒരു ആരോപണം ഒരാൾക്കെതിരെ ഉയരുമ്പോൾ അയാളും തനിക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം സംഘടിപ്പിക്കാൻ ശ്രമിക്കും. അത് സ്വാഭാവികമായി ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. അത് MR അജിത് കുമാർ ചെയ്യുമെന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ഭാഗം സുരക്ഷിതമാക്കാൻ വേണ്ടതെല്ലാം MR അജിത് കുമാർ ഇതിനകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അല്ലാതെ ഇക്കാര്യത്തിൽ ആരോപണങ്ങൾ ഉയരുമ്പോൾ ആരോപണം ഉന്നയിച്ചവർ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ടു നിൽക്കുന്ന ഒരു ആളാണ് ഇപ്പോൾ 29 വർഷം സർവീസുള്ള MR അജിത് കുമാർ എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ PV അൻവറിന് അല്പം ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, PV അൻവറിന് എതിരെ എന്തൊക്കെ കൊണ്ടുവരാമോ അതെല്ലാം MR അജിത് കുമാർ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വിജിലൻസ് അന്വേഷണം, ടീം രൂപീകരണം, പിന്നാലെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം നാളെ രാവിലെ 11 മണിക്ക് നടക്കാൻ പോകുന്നു. അതിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു സേഫ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വാർത്താസമ്മേളനം വിളിക്കില്ല. നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് കാര്യങ്ങൾ, നാളെ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ മുഖ്യമന്ത്രിക്ക് പ്രതിരോധത്തിനേക്കാൾ തിരിച്ചങ്ങോട്ട് അടിക്കാനുള്ള വടിയെല്ലാം സ്വാംശീകരിച്ച് എല്ലാം അടുക്കി വെച്ചതിന് ശേഷമാണ് നാളെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് മുഖ്യമന്ത്രി വരാൻ പോകുന്നത്. ആ അടി എവിടെ കൊള്ളും എന്നുള്ളതാണ്. PV അൻവറിനുള്ള അടിയാണോ? PV അൻവറിനുള്ള അടിയല്ല. ഞാൻ പൂർത്തിയാക്കട്ടെ, അപ്പോൾ മാഡത്തിന് കൃത്യമായി അത് മനസ്സിലാകും. നല്ല അടിയാണ് മുഖ്യമന്ത്രി നാളെ തരാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിലൊന്ന് മാധ്യമങ്ങൾക്കാണ്, ഉറപ്പായിട്ടും ഒന്ന് മാധ്യമങ്ങൾക്കാണ്. അതിലെന്താ പുതുമയുള്ളതല്ല. മാധ്യമങ്ങൾ വിമർശിക്കുമ്പോൾ ചില പറയട്ടെ, തെറ്റാണോ എന്നിട്ട് തീരുമാനിക്കാന്നേ. മുഖ്യമന്ത്രി PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഞാനൊന്ന് പൂർത്തിയാക്കിയിട്ട് നമുക്ക് തർക്കിക്കാം. അപ്പോൾ മുഖ്യമന്ത്രി എന്തായാലും വടി വെട്ടിയിട്ടേ ഉള്ളൂ, അടിക്കാൻ വരുന്നതേ ഉള്ളൂ. നാളെ 11 മണിക്കാണ്. അപ്പോൾ ഈ വിജിലൻസ് MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നു. കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രം അന്വേഷണം. അപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ അന്വേഷണത്തിന് വിട്ടോ എന്ന് ചോദിച്ചാൽ വിട്ടു, വിജിലൻസിന് വിട്ടു. മുഖ്യമന്ത്രി പറയുന്ന ആളെ ഞാൻ വിജിലൻസിന് വിട്ടു. അതുപോലെ തന്നെ CPI ഉന്നയിച്ചു, പാർട്ടിക്കുള്ളിൽ വരുന്നു, ഇതെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് മറുപടിയുണ്ട്. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം അത് സ്പീഡപ്പ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചില്ലേ എന്ന് ചോദിച്ചാൽ നിർദ്ദേശിച്ചു. ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് അതിന്മേലുള്ള റിപ്പോർട്ട് വരണം എന്നുള്ളത് ഇപ്പോൾ നിർദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നാളെ വാർത്താ സമ്മേളനത്തിൽ വന്ന ആ ചോദ്യത്തിന് മറുപടി പറയാൻ രണ്ടാമത്തെ കാര്യവും അദ്ദേഹത്തിന്റെ കയ്യിൽ തയ്യാറാണ്. ഇനി CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ പ്രകാശ് ബാബു എഴുതിയ ലേഖനം, ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന
അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ്. VS സുനിൽകുമാർ അദ്ദേഹത്തിന്റെ ആ വിവരാവകാശ നിയമപ്രകാരം വന്ന മറുപടിയിന്മേലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് പിന്നാക്കം പോയിരിക്കുകയാണ്. അതും സംഭവിച്ചു. അദ്ദേഹത്തിന് തൃപ്തിയായി. മുഖ്യമന്ത്രി ഈ നടപടി എടുക്കുന്നത് തന്നെ ഇങ്ങനെയൊരു അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ VS സുനിൽകുമാറിന് തൃപ്തിയായി. ഇനി തൃപ്തിയാകാനുള്ളത് പ്രകാശ് ബാബുവിനാണ്, ദേശീയ നിർവാഹക സമിതി അംഗം CPI-യുടെ. തൃപ്തിയാക്കാം. അപ്പോൾ CPI-യുടെ മുഖപത്രമായ ജനയുഗത്തിൽ വന്ന ഈ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? ADGP-യെ മാറ്റണം. അത് നടക്കില്ല. ADGP-യെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണം പൂർത്തിയാകണം. ഈ അന്വേഷണ റിപ്പോർട്ട് വരണം. ഇന്നിപ്പോൾ 20-ാം തീയതിയായി 10 ദിവസത്തിനുള്ളിൽ ആ റിപ്പോർട്ട് വരും. സതീശൻ പറയുന്നത് പോലെ ഇവിടെ ആൾക്കാരെ സതീശൻ പറയുന്നത് ഞാൻ പൂർത്തിയാക്കട്ടെ. PV അൻവർ MLA, പ്രകാശ് ബാബു, VD സതീശൻ ഇവരെല്ലാം ആവർത്തിച്ച് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ മാറ്റാനിരിക്കുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇവിടെ ADGP-യെ മാറ്റണമെന്ന് CPI ജനയുഗത്തിൽ ഒരു ലേഖനം പ്രകാശ് ബാബു എഴുതിയാൽ ഉടൻ അതിനെ TP രാമകൃഷ്ണൻ എൻഡോഴ്സ് ചെയ്താൽ ഉടൻ മാറ്റാനിരിക്കുന്ന ഒരു സംവിധാനമല്ല. അങ്ങനെയാണെങ്കിൽ LDF യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഘടകകക്ഷികൾ വന്ന് പറഞ്ഞല്ലോ. അപ്പോഴെന്താ പറഞ്ഞത്? അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം നടക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതെല്ലാം കേട്ട് LDF യോഗത്തിൽ ഇതേ ഘടകകക്ഷികൾ എല്ലാവരും മിണ്ടാതെ ഇറങ്ങിപ്പോയതാണല്ലോ. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ എന്നാണ്. ആ അന്വേഷണം സ്പീഡപ്പ് ചെയ്യാൻ ഇപ്പോൾ DGP-യോട് പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണം പൂർത്തിയാകണം. അല്ലാതെ ഒരു നടപടി എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് ഈ സമ്മർദ്ദം ശക്തമാകുമ്പോൾ മാറ്റാനാണെങ്കിൽ ഇതിനകം മുഖ്യമന്ത്രി മാറ്റിയേനെ. അത് മാറ്റാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ MR അജിത് കുമാർ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും വിശ്വാസം കൈവിടാതെ അദ്ദേഹത്തെ സംരക്ഷിച്ച് തന്നെ നിൽക്കുകയാണ്. MR അജിത് കുമാറും മുഖ്യമന്ത്രിയും രണ്ടല്ല, ഒന്നാണ്. ഞാനത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അത്രയും വിശ്വാസമുണ്ട്. ഈ പൂരം കലക്കലിലേക്ക് കൂടി വരാം. പൂരം കലക്കലിൽ ഏപ്രിൽ 21-ാം തീയതി അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചൊരു അന്വേഷണം നടന്നില്ല എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് വലിയ സംഭവമാകുന്നത് എങ്ങനെയാണ്? മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചാൽ ആ അന്വേഷണം അവിടെ നടന്നിരിക്കണം. കാരണം ആഭ്യന്തര വകുപ്പിന്റെ തലവനാണ് മുഖ്യമന്ത്രി. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു അന്വേഷണം നടത്താൻ DGP-യോട് ഉത്തരവിട്ട് കഴിഞ്ഞിട്ട് ആ അന്വേഷണം നടന്നില്ല എന്ന് അതേ പോലീസ് ആസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥൻ വിവരാവകാശ നിയമപ്രകാരം മറുപടി കൊടുത്താൽ അയാൾക്കെതിരെ നടപടിയെടുക്കണം. കാരണം എവിടെയാണ് കൺസേൺഡ് അതോറിറ്റിയോട് ചോദിച്ചിട്ടാണോ ആ മറുപടി കൊടുത്തത്? നേരെ തൃശ്ശൂരിലേക്ക് അത് വിടുകയാണ്. തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ തൃശ്ശൂർ സിറ്റി പോലീസിനോ ആണോ ആ അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നുള്ളത് DGP-യോടെയാണ് ചോദിക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ ഓഫീസ് ഓർഡർ അല്ല. വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ഒരു കാര്യത്തെക്കുറിച്ച് RTI പ്രകാരം മറുപടി കൊടുക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അതുകൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്തത്, മാറ്റി നിർത്തിയത്. അത് എടുക്കേണ്ട ഒരു നടപടി തന്നെയാണ്. ഇനി ഈ അന്വേഷണത്തെ പറ്റി ഒരു അറിവുമില്ല എന്നാണ് കൊടുത്ത മറുപടി. പൂരം മുടങ്ങിയതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന്, RTI പ്രകാരമുള്ള ചോദ്യത്തിന് അന്വേഷണത്തെ പറ്റി അറിവില്ല എന്ന് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ അത് ഗുരുതരമായ അനാസ്ഥ തന്നെയാണ്. അതൊരു സർക്കാരിനെ തന്നെ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ഇതായിരുന്നു ചർച്ച. എല്ലാവരും തെറ്റിദ്ധരിച്ചത് എന്താണ്? ഇങ്ങനെ ഒരു അന്വേഷണമേ നടന്നിട്ടില്ല. അതേ ചൊല്ലിയുള്ള പ്രതികരണങ്ങൾ ഒരു പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ എല്ലായിടത്തും നടന്ന ചർച്ച അതാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അത് VS സുനിൽകുമാറിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹമാണല്ലോ തൃശ്ശൂരിൽ തോറ്റത്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി പ്രതിപക്ഷ നേതാവിന് 3-ാം സ്ഥാനത്തേക്ക് പോയ കോൺഗ്രസിന് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഇനിയും സമയമെടുക്കും. കാരണം CPI-യും BJP-യും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതുകൊണ്ട് 3-ാം സ്ഥാനത്തേക്ക് ഇവരെങ്ങനെയാണ് പോവുക? 2-ാം സ്ഥാനത്തേക്കും വരണ്ടേ? LDF-ന് 3-ാം സ്ഥാനത്തേക്ക് പോയെങ്കിൽ മാത്രമേ ആ വാദവും നിലനിൽക്കുകയുള്ളൂ. അതെ. അപ്പോൾ CPI-ക്ക് 16,000 വോട്ട് കൂടുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ കണക്ക് നിൽക്കുക? മുരളീധരൻ തോറ്റെന്നല്ല, തൃശ്ശൂർ കൊണ്ടുപോയി നിർത്തി തോൽപ്പിച്ചു. അതിന്റെ ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് തടിയൂരാൻ VD സതീശൻ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ബ്രേക്കില്ലാത്ത വണ്ടി കയറ്റി എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. കെ മുരളീധരൻ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. പത്മജയ്ക്ക് അതിന് മുൻപേ ബോധ്യപ്പെട്ടു. ചേട്ടാ പറ്റിക്കാനാണ് എന്നുള്ളത് പത്മജ ആദ്യമേ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അത് ചേട്ടൻ പക്ഷേ കേട്ടില്ല എന്ന് മാത്രം. ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രിത ഗൂഢാലോചന നടന്നു എന്ന VS സുനിൽകുമാറിന്റെ ആരോപണം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എങ്കിൽ, തൃശ്ശൂരിൽ പൂരം കലക്കാൻ അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ, പൂരം കലങ്ങി എന്നുള്ളത് സത്യമാണ്. അവിടെ ഉണ്ടായിട്ടുള്ള പോലീസ് നിയന്ത്രണങ്ങളെ കുറിച്ച് പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ പൂരം കലക്കിയത് ആരാണ് എന്നുള്ളതിൽ ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. കാരണം അത് പൂരപ്രേമികൾക്ക്, തൃശ്ശൂരുകാർക്ക് അറ്റ്ലീസ്റ്റ് അവർക്കെങ്കിലും കിട്ടേണ്ട ഒരു മറുപടിയാണ്. അവിടെ പോലീസിന്റെ അനാവശ്യ നിയന്ത്രണം ഉണ്ടായിരുന്നത് എന്നുള്ളത് ആ രാത്രിയിൽ നമ്മൾ കണ്ട കാര്യമാണ്. എടുത്തുകൊണ്ട് പോടാ പട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെ അവിടെ അങ്കിത് അശോക് തടഞ്ഞത്. അത് ദൃശ്യങ്ങളിലടക്കമുണ്ട്. അത് ഡിജിറ്റൽ എവിഡൻസായി അവിടെയുണ്ട്. തിരുവമ്പാടിയുടെ കുടമാറ്റത്തിലുള്ള ശ്രീരാമന്റെ, രാമലല്ലയുടെ കുട കൊണ്ടുവന്നവരെ പോലീസ് തടഞ്ഞതും ദൃശ്യങ്ങളിലുണ്ട്. ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും നിൽക്കുമ്പോൾ, ഈ ദൃശ്യങ്ങളടക്കം തെളിവുകളായി മുന്നിലുള്ളപ്പോൾ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. അതിന് ADGP MR അജിത് കുമാർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ADGP ഈ കുട കൊണ്ടുവരുന്നത് തടയാൻ, കാരണം RSS ബന്ധമാണല്ലോ ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീരാമന്റെ കുട കൊണ്ടുവരുന്നത് തടയാൻ ADGP പറയുമോ?
ഇങ്ങനെ ഈ പോലീസിന്റെ നിയന്ത്രണം അത് അങ്കിത് അശോകിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്കിത് അശോക് എന്ന മുൻ കമ്മീഷണർ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതടക്കം ഉൾപ്പെടുത്തിയ റിപ്പോർട്ടാണ് ADGP കൊടുക്കാൻ പോകുന്നത്. അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെ ഉള്ളടക്കം ഒറ്റ ദിവസം കൊണ്ട് തട്ടിക്കൂട്ടുന്ന റിപ്പോർട്ടാണോ എന്നുള്ളത് മാഡം പറഞ്ഞതുപോലെ തട്ടിക്കൂട്ടുന്ന റിപ്പോർട്ടാണോ എന്നുള്ളത് റിപ്പോർട്ട് വരുമ്പോൾ മനസ്സിലാകുമല്ലോ. മൊഴി ആരുടെയൊക്കെ എടുത്തിട്ടുണ്ട്, ഏതൊക്കെ ദിവസങ്ങളിൽ അന്വേഷണം നടന്നിട്ടുണ്ട്, ആരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് റെക്കോർഡഡ് ആണ്, അതെല്ലാം കൃത്യമായി ഉള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരാൻ പോകുന്നത്. ഒറ്റ കാര്യം കൂടി, പൂരം കലക്കിയത് ആരാണെങ്കിലും അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നില്ല. ആ മറുപടി മുഖ്യമന്ത്രി തന്നേ പറ്റൂ. ADGP അതിനു മുൻപേ കുറ്റക്കാരനാണ്, തൂക്കിക്കൊല്ലണമെന്ന് VD സതീശൻ പറഞ്ഞാൽ അത് ഏറ്റുപാടാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. Meet the editors.